ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ എടുത്ത വീഡിയോ ആണിത്. ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാനും പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് നേരെ ക്ലീനിങ്ങിലോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൊടിയുടെ അലർജിയോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം, വേഗത്തിൽ അത് പൊടിയൊന്നും അധികം അടിക്കാണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് ഞാനിന്നൊരു എനിക്കറിയാമെന്നുള്ളൊരു ടിപ്പ് മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ രാവിലെ എണീറ്റ് കേട്ടോ. രാവിലെ ആകുമ്പോൾ കുറച്ച് വെയിലൊക്കെ കുറവുണ്ടായിരിക്കും പുറത്ത്. ഇപ്പോൾ സൺഡേ ആയത് കാരണം തന്നെ ചിക്കുവിന് സ്കൂളിൽ പോകണ്ട, അത് കാരണം തന്നെ ഫ്രീ ആണ്. രാവിലെ എണീറ്റിട്ട് നേരെ വന്നത് പുറത്തേക്കാണ് കേട്ടോ. ഇതിന് പുറത്തായിട്ട് നന്നായിട്ട് കളകളും അതുപോലെ തന്നെ ചവറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇല ഒഴിഞ്ഞിട്ടുള്ള ചവറും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ മൺവെട്ടിക്ക് ഒന്ന് കൊത്തി ഇളക്കി നോക്കി കേട്ടോ ആ കളകൾ. അപ്പോൾ അത് കളകളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ മണ്ണിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കളകളായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ കുറേയൊക്കെ ഇങ്ങനെ മൺവെട്ടിക്ക് കൊത്തി കൊത്തി കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് കിടന്ന ആ ഇലകളൊക്കെ ആദ്യം അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. അതൊക്കെ മാറ്റിയതിന് ശേഷം അവിടെ കുറച്ച് കട്ടകളുണ്ടായിരുന്നു കേട്ടോ. കോൺക്രീറ്റിൻ്റെ പീസുകൾ, ആ റോഡ് പൊളിച്ച സമയത്തുള്ള കട്ടകളാണ്. അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ പയ്യെ ഒന്നുകൂടി മൺവെട്ടിക്ക് ഒന്ന് കൊത്തിയൊക്കെ എടുത്തപ്പോഴേക്കും കുറേയൊക്കെ അവിടെ നിന്ന് കളകളെല്ലാം പോയി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി ഒന്ന് ചൂല് വെച്ചിട്ട് ഒന്ന് തൂത്ത് ആ ചവറെല്ലാം കളയുവാണ്. കാരണം ഇതിന് മുന്നേ തന്നെ ഞാൻ നമ്മുടെ മെറ്റലിൻ്റെ ആ ഒരു ചൂലുണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു. അത് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മണ്ണിനോട് താഴ്ത്ത് തന്നെ വെച്ചിട്ട് ചൂല് വെച്ചിട്ട് ചൂല് വെച്ചിട്ട് നന്നായിട്ട് തൂത്ത് കളഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ റോഡിൻ്റെ ആ നടുക്ക് ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നപ്പോഴേക്കും മീനും അതുപോലെ തന്നെ പാലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ എടുത്ത് ഉള്ളിലൊക്കെ കൊണ്ടുവച്ച് മീൻ ഫ്രിഡ്ജിലും വെച്ചിട്ടാണ് ബാക്കി ജോലികൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അവിടെ ആ ഒരു ഭാഗം മുഴുവൻ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി വെയിൽ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് കൈയും കാലും ഒക്കെ കഴുകി, ഒത്തിരി മണ്ണൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വന്ന് ചായ കുടിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി ചായ ആക്കിയിട്ടുണ്ടായിരുന്നു. ചായ സിറ്റ് ഔട്ടിൽ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇരുന്നതിന് ശേഷം പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കി. ഞാൻ അപ്പത്തിന് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ചിക്കും മാത്രമേ ഉള്ളൂ ഇന്ന്. അത് കാരണം കുറച്ചപ്പം മതി. അപ്പോൾ വേഗം ഞാൻ അപ്പം ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിലാണ് അയ്യോ ഞാനത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തിട്ട് രണ്ടാമത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പം ഇങ്ങനെ ഓരോന്നായിട്ട് റെഡി ആവുന്നുണ്ട്. അപ്പത്തിൻ്റെ കൂടെ തന്നെ രാവിലെ ചായ കുടിച്ചത് കാരണം പിന്നെ ചായ ആക്കുന്നില്ല. അപ്പോൾ മുട്ടക്കറിയും കൂടിയാണ്. അപ്പം മുട്ട ഞാൻ ആ സമയത്ത് തന്നെ ഈ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ മുട്ട ഞാൻ അടുത്ത ഗ്യാസിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മുട്ടയും അപ്പോൾ ഒരേ സമയം ആവുകയും ചെയ്യും. ഞാൻ ഉള്ളിയൊക്കെ അതിൻ്റെ ഇടയിൽ തന്നെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതുമൊക്കെ ആക്കി നേരെ മുട്ടക്കറിയും വെച്ചു. അതുപോലെ തന്നെ അപ്പവും റെഡിയായി വന്നു. അപ്പവും മുട്ടക്കറിയൊക്കെ ആകുമ്പോഴേക്കും ചിക്കു ബ്രഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് പുറത്തേക്കൊക്കെ വന്ന് കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി. ഞാൻ അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് സൈക്കിളൊക്കെ ചവിട്ടി. അതുപോലെ ഈ ചവറൊക്കെ കത്തിക്കാനുണ്ടായിരുന്നല്ലോ അതൊക്കെ കത്തിച്ച് എൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടിയിട്ടാണ് ബ്രഷ് ചെയ്ത് അകത്തേക്ക് വന്ന് ഞങ്ങൾ അപ്പവും മുട്ടക്കറിയും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ആക്കിയതിന് ശേഷമാണ് ഉള്ളിലുള്ള ക്ലീനിങ് തുടങ്ങുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ലിവിംഗ് റൂമും അതുപോലെ തന്നെ TV യൂണിറ്റും ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അധികം പൊടികളൊക്കെ ഉള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആ TV യൂണിറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് പ്ലാന്റ്സും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വെച്ചിരിക്കുന്ന ഭാഗം കുറച്ച് അധികം പൊടി ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ. നമ്മൾ വീക്കിലി വൺസ് ക്ലീൻ ചെയ്താലും അവിടെ പൊടി ഉണ്ടാവാറുണ്ട്. കാരണം ഡെയിലി ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഭാഗത്ത് മാത്രം ഒന്ന് പൊടി തുടച്ച് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഉള്ള ഭാഗം, അതായത് നമ്മൾ ഈ കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ വെച്ചിട്ടില്ലേ, ട്രോഫിയോ അതുപോലെ പ്ലാന്റ്സും അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊന്നും നമ്മൾ അധികം ഡെയിലി ക്ലീൻ ചെയ്യാൻ നിൽക്കാറില്ല. അത് വീക്കിലി വൺസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ പൊടി അധികം ഉണ്ടാവാറുണ്ട്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി പൊടി കാണാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാനാണെങ്കിൽ മാസ്ക് ആണ് യൂസ് ചെയ്യാറ്. പക്ഷേ മാസ്ക് ചിലപ്പോഴൊക്കെ വീട്ടിൽ കാണാത്ത സമയത്ത് ഞാൻ ടവൽ യൂസ് ചെയ്യുമായിരുന്നു. ടവൽ വെച്ച് കെട്ടിയിട്ടൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ആ ടവൽ വെച്ച് കെട്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര അധികം ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കാരണം കുറച്ചധികം നേരം നമുക്ക് അങ്ങനെ നിന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. കാരണം പിന്നെ ചൂടെടുക്കും, നമുക്ക് ഫാൻ ഇടാൻ പറ്റത്തില്ല, അപ്പോഴും പൊടിയുടെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് കാരണം ഞാൻ മാസ്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. മാസ്ക് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസ്ക് വെച്ചിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 മാസ്ക് വെച്ചാലും വലിയ ബുദ്ധിമുട്ട് വരില്ല. എന്നാലും ടവൽ പോലുള്ള ബുദ്ധിമുട്ട് മാസ്കിന് ഉണ്ടാവാറില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ അവിടെ ആ ഒരു ട്രോഫി ഇരിക്കുന്ന ഭാഗമൊക്കെ അതെല്ലാം അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഞാനൊന്ന് പൊടി ഒന്ന് തട്ടിയെടുക്കുവാണ് കേട്ടോ. പൊടി അതുപോലെ
തന്നെ ഒരു വേസ്റ്റ് ബിന്നുണ്ട്. ആ വേസ്റ്റ് ബിന്നിലേക്ക് ഒരു ബ്രഷും കൂടി ഉണ്ട് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെറുതാണ്, കാരണം അതുകൊണ്ട് തന്നെ ചെറിയ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിലിരിക്കുന്നത് റോസ്മേരി വാട്ടർ ആണെങ്കിൽ ബോട്ടിൽ അതാണ്, പക്ഷേ റോസ്മേരി വാട്ടർ അല്ല കേട്ടോ കയ്യിലിരിക്കുന്ന ആ ബോട്ടിൽ മാത്രമേ അതുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വിനീഗറും അതുപോലെ തന്നെ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ്, ഏത് ലിക്വിഡ് ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ലിക്വിഡും അതുപോലെ കുറച്ച് നോർമൽ വാട്ടറും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതാണ് ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് വേഗം ക്ലീനായി വരികയും ചെയ്യും. അതുപോലെ തന്നെ പൊടി ഒത്തിരി ഒന്നും അങ്ങ് പറക്കത്തുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും, വേഗം തന്നെ നീറ്റാവുകയും ചെയ്യും. അതുപോലെ തന്നെ ചെടിച്ചട്ടിക്കുള്ളിലേക്കും ചെടിച്ചട്ടിയുടെ സൈഡിലും ഒക്കെ ആയിട്ട് പൊടി ഉണ്ടെങ്കിൽ അതുമൊക്കെ, ചെടിച്ചട്ടിയുടെ സൈഡിലൊന്നും വലിയ പൊടിയില്ലായിരുന്നു, എന്നാലും ഞാൻ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ എല്ലാം തന്നെ ക്ലീൻ ചെയ്തു കേട്ടോ. അതുപോലെ മൈക്രോ ഫൈബർ ക്ലോത്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വലിയ പൊടിയൊന്നും പറക്കത്തില്ല കേട്ടോ. അതുപോലെ നമുക്ക് ടി വി ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റും. ഞാൻ ടി വി ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുത്തതാണ് കേട്ടോ, പക്ഷേ അത് എവിടെയോ മിസ്സായി, എനിക്ക് കിട്ടിയില്ല. ഞാൻ ടി വിയും ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ടി വിയുടെ സ്ക്രീനും ഒക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെയ്യുന്ന സമയത്ത് ആദ്യം മുകളിലുള്ളത് ക്ലീൻ ചെയ്ത് താഴേക്ക് വന്നിട്ട് താഴെ ഉള്ളതൊക്കെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പൊടി ഒത്തിരി അവിടെ നിൽക്കാതെ വേഗം തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. മറിച്ച് നമ്മൾ താഴെ ക്ലീൻ ചെയ്തിട്ട് മുകളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മുകളിലത്തെ പൊടി താഴേക്ക് വന്നിട്ട് പിന്നെ അതൊരു ബുദ്ധിമുട്ട്, താഴെ പിന്നെയും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം മുകളിൽ ക്ലീൻ ചെയ്ത് താഴേക്ക് വരിക. അങ്ങനെയാണ് ഞാനിവിടെ കുറച്ച് അധികം പൊടി ഇല്ലാത്തത് കാരണമാണ് മുകളിൽ വലുതായിട്ട് നിൽക്കാത്തത്, താഴെയാണ് കുറച്ച് പൊടി ഉണ്ടായിരുന്ന സ്ഥലം. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണേ. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ അപ്പോൾ തന്നെ ഓരോ സെക്ഷനായിട്ട് ക്ലീൻ ചെയ്ത് അവിടെ ആ സമയത്ത് തന്നെ തിരിച്ചും അതുപോലെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ക്ലീനിങ് വേഗം തീരുകയും ചെയ്യും, വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കുകയും ചെയ്യും. അതുപോലെ ഈ ഞാൻ എടുത്ത് വെച്ച സാധനം ചിക്കു ഉണ്ടാക്കിയ ഒരു വീടാണ് കേട്ടോ. അത് തെർമോക്കോൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ക്ലോത്ത് ഒന്നും യൂസ് ചെയ്ത് സ്പ്രേ ചെയ്തൊന്നും തുടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ നമ്മൾ ഒരു ബ്രഷ് യൂസ് ചെയ്ത് വെറുതെ ഒന്ന് ഡസ്റ്റ് ഒന്ന് തട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് തിരിച്ച് മുകളിലേക്ക് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് ഇതുപോലെ ടി വിയുടെ വയറോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുന്ന സ്ഥലവും ഞാനൊന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. അവിടെയും ശരിക്കും പൊടി ഉണ്ടാവാറുണ്ട്. നമ്മൾ വീക്ക്ലി വൺസ് ചെയ്താൽ കൂടിയും അവിടെയും പൊടി വരാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതുമൊക്കെ നന്നായി, അതും ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഈ ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം അവിടെയൊക്കെ ആയിട്ട് ഒന്ന് തുടച്ചെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും നമുക്ക് ഈ ടി വി യൂണിറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി ഒന്ന് തുടച്ചെടുക്കണം. അതുപോലെ ഈ സൈഡിലെല്ലാം കൂടി വുഡൊക്കെ ഉണ്ട്, ആ വുഡിലുമൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്ത് തന്നെയാണ് തുടയ്ക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സെറ്റിയൊക്കെ ഒന്ന് മാറ്റി ഒന്നുകൂടി ഒന്ന് അവിടെ എല്ലാം തൂത്ത് ക്ലീൻ ചെയ്യുവാണ്. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ, ദേ ഇതിൽ കാണുന്നത് പോലെ ഇത്രയും വേഗത്തിൽ ഇത്രയും സ്പീഡിന് നമ്മുടെ ജോലികൾ തീർന്നിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്പീഡാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന് തോന്നാറുണ്ട് കേട്ടോ. അതുപോലെ ദേ ഈ ഭാഗത്ത് നമ്മൾ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് മറ്റുമൊക്കെയാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ആ ഭാഗം കൂടി ഒന്ന് തൂത്ത് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മഞ്ചാടി ഉണ്ട് കേട്ടോ. ചിക്കു ഇങ്ങനെ മഞ്ചാടി താഴ്ത്തുകൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മഞ്ചാടി ഞാനിങ്ങനെ ഓരോന്ന് പറക്കിയിട്ട് നമ്മൾ ഒരു ബൗളിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കുവാണ് ചെയ്യുന്നത്. അതിങ്ങനെ വീട്ടിലുള്ള മഞ്ചാടി ഇങ്ങനെ പറക്കി കുറേശ്ശെ കൊണ്ടുവയ്ക്കും കേട്ടോ. അത് ആളിന് ഭയങ്കര ഇഷ്ടമാണ്, ക്രാഫ്റ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവയ്ക്കുന്നതാണ്. അത് അവസാനം കളിച്ച് ഇവിടെ നിലത്തൂടെ എല്ലാം ഇടും. അപ്പോൾ ഞാൻ അതിങ്ങനെ പറക്കിയൊക്കെ എടുത്ത് തിരിച്ചു കൊണ്ടുവച്ചതിന് ശേഷം ഈ വാക്യൂം ക്ലീനർ ഓണാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റോബോട്ടിക് വാക്യൂം ക്ലീനറാണ്. ഇത് ഇനി ബാക്കി പണി ചെയ്തോളൂ. ഞാൻ ഒന്ന് തൂത്ത് കൊടുത്തു, കാരണം വലിയ ചവറുകളെല്ലാം ഒന്ന് തൂത്തു മാറ്റി. അതുപോലെ തന്നെ ഇനി ചെറിയ പൊടികളും അതുപോലെ തുടച്ചും വരുന്നത് ഈ ഒരു വാക്യൂം ക്ലീനർ കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അധികം പൊടിയുടെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അധികം പൊടിയുടെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാക്യൂം ക്ലീനർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ വാക്യൂം ക്ലീനർ ഇല്ല എങ്കിൽ നമുക്ക് ചൂല് വെച്ച് തന്നെ പയ്യെ ഒന്ന് തൂത്ത് എടുക്കുക. അപ്പോൾ മാസ്ക് തന്നെ യൂസ് ചെയ്ത് നമുക്ക് തൂക്കുന്ന സമയത്തും ഒക്കെ മാസ്ക് യൂസ് ചെയ്ത് ചെയ്യാം. വാക്യൂം ക്ലീനർ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.